കരുതാം മക്കളെ പൊരുതാം ലഹരിക്കെതിരെ മുദ്രാവാക്യമുയർത്തി കേരള മദ്യനിരോധന സമിതി ഓൾ ഇന്ത്യ കമ്മിറ്റി മുക്കം BP മൊയ്തീൻ സേവാ മന്ദിരത്തിൽ നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചടങ്ങ് കേരള മദ്യനിരോധന സമിതി ഓൾ ഇന്ത്യ കമ്മിറ്റി ചീഫ് ഓർഗനൈസർ ഡോക്ടർ കെ തുളസീധരൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് മുക്കം ടൗണിൽ ലഹരിക്കെതിരെ നിലവിളി സമരവും നടത്തി. ലഹരിക്കെതിരെ വ്യാപകമായ ബോധവൽക്കരണം നടത്താൻ സമൂഹം തയ്യാറാകണമെന്നും സ്കൂൾ പാഠപുസ്തകത്തിൽ മദ്യത്തിനും ലഹരിക്കുമെതിരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തണമെന്നും മദ്യനിരോധന സമിതി സംസ്ഥാന നേതൃസംഗമം ആവശ്യപ്പെട്ടു. നേതൃപരിശീലന ക്യാമ്പ് സമിതി ഓൾ ഇന്ത്യ ചീഫ് ഓർഗനൈസർ ഡോക്ടർ കെ തുളസീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭാരതത്തെ അഥവാ കേരളത്തെ പിടിമുറുക്കിയിരിക്കുന്ന ഒരു വലിയ ദുരന്തമായി ലഹരി ഉപയോഗം മാറിയിരിക്കുകയാണ്. നമ്മുടെ കാലഘട്ടത്തിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യൗവനക്കാർ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയും ഒക്കെ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, 12 വയസ്സുള്ള ഒരു കുഞ്ഞ്, നമ്മുടെ കാലത്ത് ചെറിയ വള്ളിനിക്കറിട്ടുകൊണ്ട് അപ്പന്റെ കൈക്ക് പിടിച്ച് നടക്കാൻ പ്രായമുള്ളൊരു കുഞ്ഞ് കഴിഞ്ഞ 3 വർഷമായിട്ട് ലഹരിക്ക് അടിമയായി തന്റെ പിതാവിന്റെ അക്കൗണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ വിഡ്രോ ചെയ്ത് ലഹരിക്ക് വേണ്ടി ചെലവാക്കിയ ചരിത്രം കൊച്ചു കേരളത്തിനകത്തുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന് ആ പ്രവർത്തനത്തിന് പരിശുദ്ധി ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? കേരള സംസ്ഥാനത്തിൽ 178 മദ്യഷാപ്പുകളാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനം വ്യാപകമായി സംഘടിപ്പിക്കുമ്പോൾ അപ്പുറത്ത് മദ്യം വിളമ്പാനുള്ള ഒരു സംവിധാനമായിട്ട് ഗവൺമെന്റ് പോവുകയാണ്. ആ സംവിധാനത്തിൽ തടയിട്ടേ പറ്റൂ എന്നാണ് മദ്യനിരോധന സമിതി ഗവൺമെന്റിനോട് പറയുക. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജബ്ബാർ മൈത്ര അധ്യക്ഷത വഹിച്ചു. കാഞ്ചനമാല മുഖ്യ പ്രഭാഷണം നടത്തി. തീർച്ചയായും നിങ്ങളെ എല്ലാവരുടെയും നെഞ്ചിൽ മദ്യത്തിന്റെ എതിരെ അതിലും അപകടകാരിയായ ലഹരികൾക്കെതിരെ ഒരു സമരത്തിൻ്റെ ആഹ്വാനം മുഴങ്ങുമെന്ന്, അല്ലെങ്കിൽ അതിനായി നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നതാണ് എൻ്റെ സന്തോഷം. തീർച്ചയായും കൊച്ചുമക്കൾ പോലും തന്നെയല്ല, നമ്മൾ വാങ്ങുന്ന പല പലഹാരങ്ങളിലും ലഹരികൾ ചേർക്കുന്നുണ്ട് എന്നൊരു സത്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ വളരെ കരുതിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അപകടത്തിൽ തന്നെയാവും. നമ്മുടെ തലമുറ അപകടത്തിലായാൽ ഇന്ത്യ എവിടെയാണ്, ഭാരതം എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. മനുഷ്യ നന്മയ്ക്കായുള്ള പ്രവർത്തനത്തിൽ എൻ്റെ എല്ലാവിധ ആശീർവാദവും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. നേതൃത്വ ക്യാമ്പിന് ശേഷം മുക്കമങ്ങാടിയിൽ നിലവിളി സമരം നടത്തി. ലഹരിക്കെതിരെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും പരാതികൾ നൽകിയിട്ടും നടപടിയില്ലാത്ത അവസ്ഥയിൽ ഇനി നിലവിളി മാത്രമാണ് മാർഗമെന്നും, നിലവിളി കേട്ടെങ്കിലും സമൂഹവും അധികാരികളും ഉയരെ കണ്ണു തുറക്കണമെന്നും മദ്യനിരോധന സമിതി ആവശ്യപ്പെട്ടു. ലഹരി നാട് മുടിക്കുന്നേ, കൊല്ലും കൊലയും ചെയ്യാനായി, കൊല്ലും കൊലയും ചെയ്യാനായി ലഹരി വായും കാലമിതായി, ലഹരി വായും കാലമിതായി. ലഹരി നാട് മുടിക്കുമ്പോൾ, ലഹരി നാട് മുടിക്കുമ്പോൾ കണ്ണും പൂട്ടി ഇരിപ്പവരെ, കണ്ണും പൂട്ടി ഇരിപ്പവരെ പൂട്ടിയ കണ്ണും കാതും തുറന്ന്, പൂട്ടിയ കണ്ണും കാതും തുറന്ന് ലഹരി ഉയർത്തും നിലവിളി ശബ്ദം, ലഹരി ഉയർത്തും നിലവിളി ശബ്ദം കേട്ടില്ലെന്ന് നടിച്ചാലേ, കേട്ടില്ലെന്ന് നടിച്ചാലേ ഇല്ല ഇല്ല കേരളമില്ല, ഇല്ല ഇല്ല കേരളമില്ല. സംസ്ഥാന പ്രസിഡന്റ് KP ദുര്യോധനൻ, അഷ്റഫ് മനരിക്കൽ, KS ശിവരാജൻ, AP മുരളീധരൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. നവാസ് പുത്തൂർ, AK മുഹമ്മദ്, കട്ടുങ്ങൽ അലവിക്കുട്ടി സഖാഫി, പ്രൊഫസർ നാസർ, E മുഹമ്മദ് ഇല്യാസ്, S ശശിധരൻ നായർ, K സോമശേഖരൻ നായർ, സ്റ്റാൻലി ജോൺ, നാസർ പറമ്പാടൻ, KT മജീദ്, മുഹമ്മദ് ബാവ, നടുക്കണ്ടി അബൂബക്കർ, ഗഫൂർ പൂവത്തിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബഷീർ കൊയിലാട്ട് സ്വാഗതവും സിദ്ദി KK നന്ദിയും പറഞ്ഞു. ന്യൂസ് 10 മുക്കം. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.